ജ്യോതിഷമെന്ന മഹാസമുദ്രത്തിലെ 27 നക്ഷത്രങ്ങളിൽ ആയില്യത്തോളം ചർച്ച ചെയ്യപ്പെട്ടതും എന്നാൽ അത്രമേൽ തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ മറ്റൊരു നക്ഷത്രമുണ്ടോ എന്ന സംശയമാണ്. ആയില്യ നക്ഷത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ ആദ്യം തെളിയുന്നത് സർപ്പക്കാവുകളും നാഗങ്ങളുടെ തണുത്ത സാമീപ്യവും പിന്നെ പഴമക്കാർ പറഞ്ഞുവെച്ച ചില ഭയപ്പെടുത്തുന്ന കഥകളുമാണ്. ആയില്യം ചതിക്കും, ആയില്യ നക്ഷത്രക്കാരായ സ്ത്രീകൾ കുടുംബത്തിന് ഐശ്വര്യക്കേടാണ് തുടങ്ങിയ അന്ധവിശ്വാസങ്ങളുടെ പുകമറയ്ക്കുള്ളിൽ ഈ നക്ഷത്രത്തിന്റെ യഥാർത്ഥ തേജസ്സും ശക്തിയും കാലങ്ങളായി മറഞ്ഞുകിടക്കുന്നു. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഇതുപോലുള്ള ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് ആയില്യം? ഈ നക്ഷത്രക്കാർ എന്തുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് ഇത്രയേറെ വ്യത്യസ്തരാകുന്നത്? വെറുമൊരു ജന്മനക്ഷത്രം എന്നതിലുപരി ഒരു മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിൽ ആയില്യം എങ്ങനെയൊക്കെയാണ് ഇടപെടുന്നത്? നാഗങ്ങളെപ്പോലെ നിഗൂഢവും എന്നാൽ ആത്മീയമായി അത്യുന്നതവുമായ ഒരു പ്രപഞ്ചശക്തിയുടെ പ്രതിഫലനമാണ് ആയില്യം നക്ഷത്രം. വശീകരിക്കുന്ന കണ്ണുകളും മൂർച്ചയുള്ള വാക്കുകളും ആരും കാണാത്ത ഉൾക്കാഴ്ചകളുമുള്ള ഈ നക്ഷത്രക്കാരെ അടുത്തറിയുക എന്നത് വന്യമായ കാട്ടിലൂടെയുള്ള ഒരു യാത്ര പോലെയാണ്. ഓരോ ചുവടിലും അത്ഭുതങ്ങളും നിഗൂഢതകളും നമ്മെ കാത്തിരിക്കുന്നു. ആയില്യം നക്ഷത്രത്തിന്റെ അധിപൻ ബുധനാണ്. ദേവത സർപ്പങ്ങളും. ബുദ്ധിയും വികാരവും തമ്മിലുള്ള ആഴത്തിലുള്ള സംഘർഷവും സംയോജനവുമാണ് ആയില്യത്തിന്റെ അടിസ്ഥാനം. ഇവർക്ക് ചുറ്റും എപ്പോഴും ഒരു അദൃശ്യ വലയമുണ്ട്. സ്നേഹിക്കുമ്പോൾ ആവോളം വാത്സല്യം ചൊരിയാനും ശത്രുവായാൽ നാഗത്തെപ്പോലെ വരിഞ്ഞു മുറുക്കാനും ഇവർക്ക് കഴിയും. എന്നാൽ ഈ ബാഹ്യരൂപത്തിനപ്പുറം അതിശക്തമായൊരു ആത്മീയത ഇവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. കുണ്ടലിനി ശക്തിയുടെ പ്രതീകമായ സർപ്പത്തെപ്പോലെ ലൗകിക സുഖങ്ങളിൽ നിന്ന് ആത്മീയമായ പരകോടിയിലേക്ക് സ്വയം ഉയർത്താൻ ഇവർക്ക് നിഷ്പ്രയാസം സാധിക്കും. ഈ വീഡിയോയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് ആയില്യ നക്ഷത്രക്കാരുടെ ആരും പറയാത്ത ജീവിത രഹസ്യങ്ങളിലേക്കാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് മറ്റുള്ളവരുടെ ഉള്ളിലിരിപ്പ് പെട്ടെന്ന് വായിക്കാൻ കഴിയുന്നത്? കുടുംബജീവിതത്തിലും പ്രണയത്തിലും ഇവർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പാമ്പ് പടം പൊഴിയുന്നത് പോലെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മാറ്റിമറിച്ച് ഇവർ എങ്ങനെ പുനർജനിക്കുന്നു? ആയില്യം നക്ഷത്രത്തെക്കുറിച്ച് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പറയുന്നതിനപ്പുറം അനുഭവങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാണാപ്പുറങ്ങളുണ്ട്. മറ്റാർക്കും തുറന്നുകൊടുക്കാത്ത ഇവരുടെ മനസ്സിന്റെ അറകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യങ്ങൾ ഓരോന്നായി നമുക്കിന്ന് പരിശോധിക്കാം. ഭയത്തിനപ്പുറം ആദരവോടും സംശയത്തിനപ്പുറം സ്നേഹത്തോടും കൂടി ആയില്യം നക്ഷത്രക്കാരെ നോക്കിക്കാണാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു യാത്രയാണിത്. അന്ധവിശ്വാസങ്ങളുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ആയില്യം നക്ഷത്രത്തിന്റെ യഥാർത്ഥ കരുത്തും സൗന്ദര്യവും തേടിയുള്ള ഈ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. 9ാമത്തെ നക്ഷത്രമായ ആയില്യത്തിന്റെ ചുരുളഴിയാത്ത രഹസ്യങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ആയില്യ നക്ഷത്രത്തിന്റെ ചിഹ്നം ചുരുണ്ടുകിടക്കുന്ന പാമ്പാണ്. സംസ്കൃതത്തിൽ ആശ്ലേഷ എന്നാൽ ആലിംഗനം എന്നാണ് അർത്ഥം. അത് സ്നേഹപൂർണമായ ആലിംഗനമാകാം, അല്ലെങ്കിൽ ശത്രുവിനെ വരിഞ്ഞു മുറുക്കുന്ന പാമ്പിന്റെ പിടുത്തവുമാകാം. ഈ രണ്ട് സ്വഭാവങ്ങളും ആയില്യം നക്ഷത്രക്കാരിൽ ഒളിഞ്ഞുകിടക്കുന്നു. പാമ്പ് അതിന്റെ പടം പൊഴിയുന്നത് പോലെ ജീവിതത്തിൽ പലതവണ സ്വയം നവീകരിക്കാൻ കഴിവുള്ളവരാണ് ഇവർ. പഴയ ചിന്തകളെയും സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ച് പുതിയൊരു വ്യക്തിത്വമായി ഉദയം ചെയ്യാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. പക്ഷേ ഈ പ്രക്രിയ അത്ര എളുപ്പമല്ല. അത് വേദനയും ഏകാന്തതയും നിറഞ്ഞതാണ്. ആയില്യ നക്ഷത്രക്കാരെക്കുറിച്ച് പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് അവർക്ക് നാവിലും വാക്കിലും വിഷമുണ്ട് എന്ന്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? സത്യത്തിൽ പാമ്പിന്റെ വിഷം ഔഷധമായും ഉപയോഗിക്കാം, മരണകാരണവുമാകാം. ആയില്യം നക്ഷത്രക്കാരുടെ വാക്കുകൾ വളരെ മൂർച്ചയുള്ളതായിരിക്കും. അവർ സത്യം മുഖത്ത് നോക്കി പറയും. ആ സത്യം പലപ്പോഴും മറ്റുള്ളവർക്ക് വിഷമായി അനുഭവപ്പെടുന്നു. എന്നാൽ ഈ വിഷം അവരുടെ സംരക്ഷണ കവചമാണ്. തങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് നേരെ മാത്രമേ അവർ ഈ വാക്ഷരങ്ങൾ പ്രയോഗിക്കാറുള്ളൂ. ഈ നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരുടെ ഉള്ളിലിരിപ്പ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാൾ കള്ളം പറയുകയാണോ അതോ ചതിക്കാൻ വരികയാണോ എന്ന് അവരുടെ 6ാം ഇന്ദ്രിയം മുൻകൂട്ടി പറഞ്ഞുകൊടുക്കും. പുറമേ കാണുമ്പോൾ ആയില്യം നക്ഷത്രക്കാർ വളരെ കർക്കശക്കാരായ അല്ലെങ്കിൽ ലൗകിക സുഖങ്ങളിൽ താൽപ്പര്യമുള്ളവരോ ആയി തോന്നാം. എന്നാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ആത്മീയ ദാഹമുണ്ട്. കുണ്ടലിനി ശക്തിയുടെ പ്രതീകമാണ് പാമ്പ്. അതുകൊണ്ട് തന്നെ യോഗ, തന്ത്രം, മന്ത്രം തുടങ്ങിയ ഗൂഢവിദ്യകളിൽ ഇവർക്ക് സ്വാഭാവികമായ താൽപ്പര്യമുണ്ടാകും. ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവരെ ആരും മനസ്സിലാക്കുന്നില്ല എന്നതാണ്. ആൾക്കൂട്ടത്തിനിടയിലും ഇവർ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നു. ഈ ഏകാന്തതയാണ് ഇവരെ ചിന്തകരും ദാർശനികരുമാക്കുന്നത്. മറ്റാർക്കും കാണാൻ കഴിയാത്ത ലോകത്തിന്റെ കാണാപ്പുറങ്ങൾ ഇവർക്ക് കാണാൻ സാധിക്കും. ആയില്യം നക്ഷത്രത്തിന്റെ പുരാണ പശ്ചാത്തലം പരിശോധിച്ചാൽ നാഗമാതാവായ കദ്രുവിന്റെയും പക്ഷിരാജനായ ഗരുഡന്റെയും മാതാവായ വിനതയുടെയും കഥ കാണാം. നാഗമാതാവായ കദ്രുവിന്റെ മക്കളായ നാഗങ്ങൾ ബുദ്ധിശക്തിയിലും തന്ത്രത്തിലും മുന്നിലായിരുന്നു. ഈ കഥയിലെ നിഗൂഢത ആയില്യം നക്ഷത്രത്തിന്റെ സ്വഭാവത്തിലും കാണാം. ഒരു വശത്ത് അതിരറ്റ മാതൃവാത്സല്യവും മറുവശത്ത് ലക്ഷ്യം നേടാനായി പ്രയോഗിക്കുന്ന തന്ത്രങ്ങളും ആയില്യത്തിന്റെ പ്രത്യേകതയാണ്.
താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ ഇവർ തയ്യാറാകും. എന്നാൽ വഞ്ചിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ ഇവരെടുക്കുന്ന പ്രതികാരം ഭീകരമായിരിക്കും. അത് പാമ്പ് പകവീട്ടുന്നത് പോലെയാണെന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല. ആയില്യ നക്ഷത്രക്കാരുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക വശീകരണ ശക്തിയുണ്ട്. അവരിലേക്ക് മറ്റുള്ളവർ അറിയാതെ ആകർഷിക്കപ്പെടും. എത്ര വലിയ തകർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ ഇവർക്ക് കഴിവുണ്ട്. പ്രതിസന്ധികളിൽ ഇവർ പതറില്ല. പകരം കൂടുതൽ കരുത്തരാകും. സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ ഇവർക്ക് മടിയാണ്. സ്വന്തം ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഇവർക്ക് പല രഹസ്യങ്ങളും സൂക്ഷിക്കാൻ കഴിയും. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും ഇവരെ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കില്ല. ബുദ്ധിശക്തിയുടെ ഗ്രഹമായ ബുധനും വികാരങ്ങളുടെ ഗ്രഹമായ ചന്ദ്രനും ഒരുപോലെ സ്വാധീനിക്കുന്നതുകൊണ്ട് ഹൃദയം കൊണ്ടും തലച്ചോറുകൊണ്ടും ഒരുപോലെ ചിന്തിക്കാൻ ഇവർക്ക് കഴിയും. ആയില്യം അമ്മായിയമ്മയ്ക്ക് നല്ലതല്ല എന്നൊരു ചൊല്ല് കേരളത്തിലുണ്ട്. ശാസ്ത്രീയമായി ഇതിന് വലിയ പ്രസക്തിയില്ല. എന്നാൽ ഇതിനു പിന്നിൽ മനഃശാസ്ത്രപരമായ ഒരു വശമുണ്ട്. ആയില്യം നക്ഷത്രക്കാർക്ക് വ്യക്തിത്വവും സ്വാശ്രയത്വവും കൂടുതലായിരിക്കും. അവരാരുടെയും കീഴിൽ ഒതുങ്ങിക്കൂടാൻ ഇഷ്ടപ്പെടില്ല. പഴയകാലത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ മരുമകൾ തന്റെ ആധിപത്യം സ്ഥാപിക്കുന്നത് അമ്മായിയമ്മമാർക്ക് ഭയമായിരുന്നു. ഈ ഭയത്തിൽ നിന്നാണ് ഇത്തരം ചൊല്ലുകൾ ഉണ്ടായത്. യഥാർത്ഥത്തിൽ ആയില്യം നക്ഷത്രക്കാർ കുടുംബത്തെ സ്നേഹിക്കുന്നവരും സംരക്ഷിക്കുന്നവരുമാണ്. പക്ഷേ അവർക്ക് അർഹിക്കുന്ന ബഹുമാനവും സ്വാതന്ത്ര്യവും നൽകണം എന്നു മാത്രം. അവരൊരിക്കലും അകാരണമായി ആരെയും ഉപദ്രവിക്കില്ല. ആയില്യം നക്ഷത്രക്കാർ മികച്ച ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും എഴുത്തുകാരും ശാസ്ത്രജ്ഞരുമായിരിക്കും. മരുന്നുകൾ, ഗവേഷണം, രഹസ്യ പോലീസ്, സൈക്കോളജി തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കും. പണത്തിന്റെ കാര്യത്തിൽ ഇവർ വളരെ കണക്കുകൂട്ടലുകളുള്ളവരാണ്. സമ്പാദിക്കാനും അത് കൃത്യമായി നിക്ഷേപിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ആയില്യം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം സങ്കീർണമായിരിക്കും. അവരുടെ സംശയ സ്വഭാവവും ഉടമസ്ഥതാ മനോഭാവവും മൂർച്ചയേറിയ വാക്കുകളും പങ്കാളിയുമായി പ്രശ്നങ്ങൾക്ക് കാരണമാകാം. തങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പങ്കാളിയെയാണ് ഇവർക്കാവശ്യം. ഇവർക്കനുയോജ്യമല്ലാത്ത നക്ഷത്രങ്ങൾ പൂരം, അത്തം, ചോതി, കുംഭം രാശിയിലെ അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നിവയാണ്. മൂലം നക്ഷത്രവുമായുള്ള വിവാഹവും ഒഴിവാക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. ആയില്യം നക്ഷത്രക്കാർ ജീവിത വിജയത്തിനും ദോഷശാന്തിക്കുമായി അനുഷ്ഠിക്കേണ്ട ചില പരിഹാരങ്ങളുമുണ്ട്. ആയില്യം, ബുധൻ എന്നീ ദിവസങ്ങളിൽ നാഗരാജാവിനെയും നാഗയക്ഷിയെയും ആരാധിക്കുന്നത് അത്യുത്തമമാണ്. മണ്ണാറശാല, വെട്ടിക്കോട്, പാമ്പുംമേക്കാവ് തുടങ്ങിയ പ്രശസ്തമായ നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും നൂറും പാലും വഴിപാട് കഴിപ്പിക്കുന്നതും സർപ്പദോഷങ്ങളെ അകറ്റാൻ സഹായിക്കും. ശിവനെയും മഹാവിഷ്ണുവിനെയും ആരാധിക്കുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ്. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നത് ബുധപ്രീതിക്ക് നല്ലതാണ്. ബുധന്റെ രത്നമായ മരതകം ധരിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സംശയ സ്വഭാവവും കോപവും നിയന്ത്രിക്കാൻ പരിശീലിക്കുക. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. തങ്ങളുടെ അപാരമായ ഗ്രഹണശക്തിയെയും ബുദ്ധിയെയും മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുക. ആയില്യം നക്ഷത്രം ഒരേ സമയം ജ്ഞാനത്തിന്റെയും നിഗൂഢതയുടെയും പ്രതീകമാണ്. മൂർച്ചയേറിയ ബുദ്ധിയും ആഴത്തിലുള്ള ഗ്രഹണശക്തിയും ശക്തമായ ഇൻറ്റ്യൂഷനും ഈ നക്ഷത്രക്കാരുടെ വരദാനമാണ്. എന്നാൽ അതേ ശക്തികൾ തന്നെ ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ അവർക്കൊരു ശാപമായി മാറാനും സാധ്യതയുണ്ട്. സംശയവും പ്രതികാരബുദ്ധിയും മൂർച്ചയേറിയ വാക്കുകളും നിയന്ത്രിച്ച് തങ്ങളുടെ അപാരമായ കഴിവുകളെ ആത്മീയവും ക്രിയാത്മകവുമായ മാർഗങ്ങളിലേക്ക് തിരിച്ചുവിട്ടാൽ ആയില്യം നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അസാധാരണമായ വിജയം കൈവരിക്കാൻ സാധിക്കും. സ്വന്തം ഉള്ളിലെ നാഗശക്തിയെ തിരിച്ചറിഞ്ഞ് വിനാശകരമായ ചിന്തകളെ വെടിഞ്ഞ് സർഗാത്മകമായി പ്രവർത്തിച്ചാൽ ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിഭകളായി മാറാൻ ആയില്യം നക്ഷത്രക്കാർക്ക് സാധിക്കും. ഈ നക്ഷത്രത്തിന്റെ നിഗൂഢതകൾ അവസാനിക്കുന്നില്ല. അതൊരു സമുദ്രം പോലെയാണ്. ആഴത്തിലേക്ക് പോകുന്തോറും കൂടുതൽ രത്നങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. ആയില്യം നക്ഷത്രക്കാർ സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞ് ലോകത്തിന് വെളിച്ചം നൽകുന്നവരായി മാറട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എന്നിവ കമന്റ് ചെയ്യുക.